നമ്മൾ സ്വാതന്ത്ര്യം സമ്പാദിച്ചിട്ട് വളരെ കാലമായി. അനേക സംസ്ഥാനങ്ങളിൽ വിവിധ കക്ഷികൾ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലത്തൊന്നും കേൾക്കാത്തതാണ്. ഞങ്ങളുടെ പാർട്ടി കേരളത്തിലും കർണാടകത്തിലും വിവിധ കക്ഷികൾ സ്ഥലങ്ങളിലുണ്ട്. കുറേ കാലമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഉള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ പാർട്ടിക്ക് ഓരോ സമീപനമുണ്ട്. ജനതാദളിൻ്റെതായ സമീപനമുണ്ട്. ആ സമീപനങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രധാനമായി നടത്തണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഘടകങ്ങളാണ് ഉള്ളത് അവരൊക്കെ ആലോചിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ എന്താണ്, വളരെ കാലമായിട്ട് ജനതാദൾ ഭരിക്കുന്നതും ജനതാദൾ അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതൊക്കെ വളരെ കാലമുണ്ട്. അങ്ങനത്തെ ഘട്ടത്തിലാണ് കേരളവും അതുപോലെ കർണാടകവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ജനതാദളാണ്. ആ പാർട്ടി കേരളത്തിൽ കർണാടകത്തിൽ ഒരു ലൈന്, കേരളത്തിൽ വേറൊരു ലൈൻ എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ അവർ BJPയുടെ കൂടെ ചേരും, കേരളത്തിൽ ചേരണ്ട. കാരണം അവിടെയാണ് ഇതിൻ്റെ എല്ലാം ഇതാക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ജനതാദൾ എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ കാലമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അന്തസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഏത് തരത്തിൽ ഉള്ള പ്രവർത്തനമുണ്ട് അതൊക്കെ വേറെ. പക്ഷേ കർണാടകത്തിലെ പാർട്ടി അതിൻ്റെ നേതൃത്വം പറയുകയാണ്, ഞങ്ങൾ BJPയുടെ കൂടെ, നിങ്ങൾ വേറെ നിങ്ങളുടെ ഇഷ്ടത്തിൽ, നിങ്ങൾ BJPൻ്റെ കൂടെ അല്ല, നിങ്ങൾ കേരളത്തിൽ. ഞാൻ പറയുന്നത് അതൊരു ജനാധിപത്യ ഞങ്ങൾ ഒരു നമ്മുടെ നാട്ടിൽ ഒരു ബഹുജന സംഘടന എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഘടകങ്ങളില്ലേ, ആ ഘടകങ്ങൾ പ്രധാനമായൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം ചർച്ച ചെയ്ത് ഒരുമിച്ച് ഏതെല്ലാം ഘടകങ്ങൾ എവിടെയൊക്കെയുള്ള അവരെ ബന്ധപ്പെടുത്തി അങ്ങനെ പറയേണ്ടതാണ്. കൂടിയാലോചന ഉണ്ടായാലും ഞങ്ങൾ കേരളത്തിലെ പാർട്ടി അതിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല, അത് വേറെ. പക്ഷെ ഒരു കൂടിയാലോചന ഇല്ലല്ലോ. ഒരു തീരുമാനം പറയുന്നു, ഞങ്ങൾ ഇന്ന ഒരു തീരുമാനം. ഞാൻ പറയുന്നത് കേരളത്തിലെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ, ആ പ്രാദേശിക നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായിട്ട് സംഘടനാ പ്രവർത്തനവുമായിട്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇവിടെ കേരളത്തിൽ വരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടടുത്ത് നമ്മൾ പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യത്ത് അങ്ങേറ്റം മോശമായ രൂപത്തിലാണ് പറയുക. അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളെ സംസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നത്, അതെന്തിന് കേരളത്തിൽ ഇങ്ങനെയാകാം, അതെങ്ങനെയാകാം? ഒരു ജനാധിപത്യ പാർട്ടിക്ക് അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇതെല്ലാം ഓരോരോ ഘട്ടങ്ങളിൽ വരുന്ന പ്രശ്നമാണ്. ഇവിടെ കർണാടകത്തിലെ പാർട്ടി ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ ആ ഘടകം അനുവർത്തിക്കാത്ത ഒരു ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. ആ നിലപാടിനെതിരായി നമ്മളെല്ലാവരും വളരെ ശക്തമായി അത് ഒരു ജനാധിപത്യ പാർട്ടിക്ക് അനുവദിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? കുമാരസ്വാമി എന്ന് പറയുന്ന കർണാടകത്തിലെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ മന്ത്രിയും അതും ഇതൊക്കെ ആയിരിക്കുന്ന അദ്ദേഹം പറയാണ്, കേരളത്തിൽ ഞങ്ങൾ BJPയുടെ കൂടെ പോകും, അല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലൊക്കെ ഞങ്ങൾ BJPയിൽ ചേരും. കേരളത്തിൻ്റെ കാര്യം വെറുതെ, കേരളം അങ്ങനെയില്ല. കേരളം അങ്ങനെ ചേരണമെന്ന് ഞങ്ങൾ BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് കേരളത്തിലെ ജനതാദൾ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു നിലവാരമില്ല. അങ്ങനത്തെ ഒരു പ്രസ്ഥാനം, അത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കാവൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്, ഇന്ത്യയിലെ സ്വന്തം സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായത്, വളരെയേറെ ദേശീയമായ അംഗീകാരം ലഭിച്ച ഒരു നേതാവിനെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ കുടുംബങ്ങളൊക്കെ ഉണ്ട്, ആ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ തെറ്റായ രൂപത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറയിക്കാവോ?
ഞാൻ പറയുന്നത് രാജ്യത്ത് ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ പ്രവർത്തിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതൊക്കെ വേറെ. ഞാനിത് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് പത്രത്തിൽ കണ്ടിരിക്കും. എന്താണ് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഇന്നേ നിലപാട്, കേരളത്തിൽ ഇന്നേ നിലപാടാകാൻ ഞങ്ങൾ എന്താ സാധാരണ പറയുന്ന പോലെ ഒരു വളരെ താണ ജാതിയിൽപ്പെട്ട ആളുകൾ ആക്ഷേപിക്കുന്ന അങ്ങനത്തെ ഒരാളുകൾ കൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളെ പറ്റി അത് പറയരുത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ നിലപാട് ശരിയല്ല. ജനതാദൾ ഇതിന് ഈ കർണാടകത്തിലെ ജനതാദൾ സ്വീകരിച്ച നിലപാട് അംഗീകരിക്കുന്നില്ല. കാരണം നമ്മൾ യാതൊരു ചർച്ചയും ചെയ്യാതെ ഈ മറ്റുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മുടെ പാർട്ടിക്ക് അധികാരമില്ലാത്തതാണ്. അങ്ങനത്തെ ഒരു നിലപാട് നമ്മളെ പാർട്ടി സ്വീകരിച്ചു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. തിരുത്തുന്നില്ലെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു കാലത്തും നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം സ്വീകരിക്കാത്ത രൂപത്തിലുള്ള തെറ്റെന്ന് എല്ലാവരും ആവർത്തിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത്. വളരെ സങ്കടമുണ്ട്. അതിശക്തമായി എതിർക്കുന്ന കേരളത്തിലെ ജനതാദൾ എത്ര ആളുകളുണ്ട് നമ്മളെ കൂടെ, എത്ര മെമ്പർമാരുണ്ട്. ഇതൊന്നുമല്ല. നമ്മളൊരു ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജനതാദളിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ആക്ഷേപം, അവരുടെ അഭിപ്രായം വളരെ മോശമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ.